Bhagat Singh and Che Guevara, a communist or socialist like these left-front organization claim them to be. See, ഇതേപോലെ ഈ പാരമ്പര്യവാദം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ പണ്ടത്തുള്ള ആളുകൾ എന്തു ചെയ്തിരുന്നു, ഞാൻ ഉദയനൻ്റെ തലമുറയാണ്, ഞാൻ കുഞ്ഞാലിമരക്കാരുടെ തലമുറയാണ്, ഞങ്ങളുടെ ഇന്ന നേതാവ്, ഇതൊക്കെ മൊത്തത്തിലൊരു മതാത്മകമായ പാരമ്പര്യവാദമാണ്. ഇപ്പം ഈ ചെഗുവേര എന്ന് പറയുന്ന ആളും ഈ നമ്മളെ കാണുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് RSP ബോൾഷെവിക്ക് CPI CPM ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു കണക്ഷനും ഇല്ല. ചെഗുവേര ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി രജിസ്റ്റേർഡ് കമ്മ്യൂണിസ്റ്റുകാരനല്ല. പിന്നെ ഒരു എന്താണ് ഇത്, ഭഗത് സിംഗ് മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിൽ തുടക്കത്തിലെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു രൂപവും ഭാവവും എന്താണ് കൃത്യമായി അറിയാതെ ഒരുപാട് പേര് റഷ്യയിലേക്ക് നോക്കൂ, അവിടെ നോക്കൂ, അതിനെക്കുറിച്ച് പൂഴ്ത്തിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ കണ്ടിട്ടില്ലേ ഇന്ന് ഈ ഭൂമിയിൽ ആ രീതിയിലുള്ള പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ആളുകൾ എഴുതിയിട്ടുണ്ടെന്നുള്ള വാസ്തവമാണ്. പക്ഷേ കുറേ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് അവിടെ നടക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നതും പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും സാമ്പത്തികം, നയങ്ങൾ, പ്രൊഡക്ഷന്, ഉൽപ്പാദനം, ഈ സാധനങ്ങളൊക്കെ അവർ മനസ്സിലാക്കി വരുമ്പോൾ അവർ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ കമ്മ്യൂണിസം ഒരു എന്താ പറയുന്ന ഒരു നിങ്ങളീ പറയുന്ന ഒരു മസാല 5 അടി 5 പാട്ട് സിനിമ പോലെ ആകർഷകമായി തോന്നും. പക്ഷെ അത് വളരെ എത്ര ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു കില്ലർ ഐഡിയോളജി ആണ് എന്ന് മനസ്സിലാക്കുന്നത് പിന്നീടായിരിക്കും. എപ്പോഴും ഒരു കൂട്ടം ആളുകളെ അവർക്ക് അതിന് കിട്ടുകയും ചെയ്യും. പിന്നെ ചിലരങ്ങ് മതാത്മകമായി അങ്ങ് വളർന്നു പോകും അതിനകത്ത്. അവരിങ്ങനെ എപ്പോഴും ഇതിനെക്കുറിച്ച് വർഗ താല്പര്യങ്ങളെക്കുറിച്ചും വർഗം എന്നാൽ എന്താണ് ഡെഫിനിഷൻ എന്നറിയാമോ, ഞങ്ങൾ ഈ ഡെഫിനിഷൻ അനുസരിച്ചാണ് വർഗത്തെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ അവർക്ക് കുറേ നേതാക്കൾ വേണം. ഈ കോളേജ് ക്യാമ്പസുകളിലെല്ലാം ഞാൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരിക്കൽ ചെഗുവേരയുടെ ഒരു പടം വെച്ച് ആരാധിക്കുന്ന ഈ കസേരയിൽ ചെഗുവേരയുടെ പടം വെച്ച് എന്തോ ഒരു ദിനമായിരുന്നു, എന്താണെന്ന് ആലോചിച്ച്, ചെഗുവേരയുടെ ജന്മദിനമോ. പക്ഷെ ഒരുത്തൻ വന്ന് ക്ലാസ് ഇറക്കിക്കൊണ്ടുപോയി. പിള്ളേർ അന്ന് ഒരു മീറ്റിങ് എല്ലാ അപ്പോൾ ഇവർ വരും, എല്ലാവരും ഇറങ്ങും, ചെഗുവേരയുടെ ആണ്ടാണ്, അല്ല ചെഗുവേരയുടെ ജന്മദിനമാണ്, ചെഗുവേര വിപ്ലവം തുടങ്ങിയ ദിവസമാണ്, ചെഗുവേരയാണ് ആരാണ് എന്താണ്, മിക്കവാറും ചെഗുവേര ക്യൂബക്കാരനാണ് എന്നൊക്കെ പറയുന്ന പോളിറ്റ് ബ്യൂറോ ലെവൽ ടീമുകളൊക്കെ ഉണ്ട്. അത് പോട്ടെ. പക്ഷെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു പയ്യൻ വന്ന് ഇറക്കിക്കൊണ്ടുപോയത്, അവ ഇറങ്ങിപ്പോയി, എല്ലാവരും ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇന്ന് വിഷയം. സാർ അറിഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു ചെഗുവേര മരിച്ചുപോയി. ചെഗുവേര മരിച്ചുപോയി. ഞാൻ പറഞ്ഞു റിയലി ഒരുപാട് ചോദിക്കേണ്ടി വന്നു. 2008 എൻ്റെ ഓർമ്മ. ചെഗുവേര മരിച്ച് അവൻ നോക്കിയപ്പോൾ രാവിലെ വന്നപ്പോഴാണ് ചെഗുവേരയുടെ പടമൊക്കെ വെച്ച് ഇങ്ങനെ അവിടെ ഏതാണ്ടൊക്കെ സംഘടിപ്പിക്കുന്നു. അവന് ക്ലാസ്സിൽ പോയി പിള്ളേരെ ഇറക്കുക എന്നുള്ളതാണ് അവന് കിട്ടിയിട്ടുള്ള വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനം. ക്ലാസ്സിൽ നിന്ന് പിള്ളേരെ അടിച്ചിറക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ വരുന്നവരും അല്ലാത്തവരും എല്ലാവരും ഉണ്ടാവും. അവരവിടെ ഇരുന്ന് എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ ആയിട്ടുള്ള അർഹതയുള്ള കുട്ടികളെ ഏതോ കോപ്രായത്തിൻ്റെ പേരിൽ അടിച്ചിറക്കിയിട്ട് അവനോട് ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ സാർ അറിഞ്ഞില്ലേ, ചെഗുവേര മരിച്ചുപോയി. ഇതൊന്നും കയ്യിൽ നിന്നിട്ട് പറയുന്ന കാര്യമല്ല, എനിക്ക് ആ കുട്ടിയെ അറിയാം, ഇത് കേൾക്കുകയാണെങ്കിൽ അവനും അറിയാം. ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ അവനത് ആ വിപ്ലവ പ്രസ്ഥാനത്തിലല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരം. അത് പോട്ടെ, അവനെങ്ങനെയോ തലയെ തേങ്ങ വീണിട്ടുണ്ടാവാം ഒരു പക്ഷേ, ഹൂ നോസ്.